അഭിഷേകമന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിന്റെ 43 മുതലുള്ള വചനഭാഗം. എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്നു. സകലവും പൊതുവകയെന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുവകകളും വെച്ച് അവനവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പഞ്ഞുറുക്കി ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തത് കാണാൻ കഴിയും. ആദ്യകാല സഭയുടെ ഒരു പ്രവർത്തന രീതിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അവരുടെ ആരാധന രീതി. ആദിമ സഭയിലെ അപ്പസ്തോലന്മാര് കർത്താവിൻ്റെ കൂടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ആത്മീയ അനുഭവം. ഈ ഒരു അനുഭവത്തിലേക്കാണ് നമ്മളെയും ഈ കാലഘട്ടത്തിൽ കർത്താവ് കൂട്ടിക്കൊണ്ടുവരാൻ ഇടയാകുന്നത്. ആദിമ സഭയുടെ ആരാധന രീതിയോ, അവർ വചനം പഠിക്കുവാൻ വേണ്ടി സമയം വേർതിരിച്ചു, പ്രാർത്ഥിക്കാൻ വേണ്ടി അവർ സമയം വേർതിരിച്ചു, അപ്പഞ്ഞുറുക്കലിനും കർത്തൃമേശയ്ക്കും വേണ്ടി സമയം വേർതിരിച്ചു. യേശുവിന്റെ മരണവും അടക്കവും ഉദ്ധാനവും വീണ്ടും വരെയും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും അവർ അതിനൊക്കെ സമയം വേർതിരിക്കാൻ ഇടവന്നു. എന്നാൽ പ്രത്യേകമായി കൂട്ടായ്മ കൂടി പ്രാർത്ഥിക്കാനുള്ള ഒരു സമയവും അവരുടെ ജീവിതത്തിൽ വേർതിരിക്കപ്പെട്ടെങ്കിൽ, പ്രിയമുള്ളവരെ, വ്യക്തിപരമായ ഒരു പ്രാർത്ഥനാ ജീവിതവും ആദിമസഭയുടെ ഒരു കൂട്ടായ്മ അനുഭവവും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നില്ലെങ്കിൽ, യേശു കർത്താവ് പറഞ്ഞ പ്രകാരമാണ് അപ്പസ്തോലന്മാരുടെ ഈ കൂട്ടായ്മ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയിലൂടെയായിരുന്നു. അവർ ഒന്നിച്ച് ആദ്യം 120 പേർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിച്ചു. അതിനുശേഷം 3000-ഓളം പേർ കർത്താവിന്റെ നാമത്തിൽ വിശ്വസിച്ച് വേർതിരിയപ്പെടുവാൻ ഇടവന്നു. ഇവരെല്ലാവരും ഒന്നിച്ച് അവർക്കുള്ളതെല്ലാ വസ്തുവകകളും പൊതുവായി അവർക്കെല്ലാവർക്കും ഒരുപോലെ ഒന്നിച്ച് അനുഭവിക്കുവാൻ, കാരണം വേദനിക്കുന്നവന്റെ അടുക്കൽ കടന്നു ചെന്ന് അവനെ ആശ്വസിപ്പിക്കുവാനും അവനെ സഹായിക്കുവാനും പ്രാർത്ഥിക്കാനല്ല ഇവർക്കിടയായി. ഇവർക്ക് ഈ ലോകത്തിന്റെ ഉള്ള ഒന്നിനേക്കും അല്ലായിരുന്നു അവരുടെ ചിന്തയും പ്രാർത്ഥനയും ആഗ്രഹവും. സ്വർഗത്തിലെ ദൈവത്തിന്റെ അടുക്കലേക്കായിരുന്നു ഇവരുടെ ആഗ്രഹം. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ കർത്താവായ യേശുവിന്റെ കൂടെ കടന്നു പോകുമ്പോൾ എന്തെങ്കിലും ഭൗതികമായി കിട്ടണമെന്നുള്ള ആഗ്രഹത്തെ വിട്ടുകളഞ്ഞ് സ്വർഗത്തിന്റെ ആത്മീയ കൃപകൾ എനിക്കിന്ന് വർദ്ധിപ്പിച്ചു തരണമേ കർത്താവേ, എന്നെ നീ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം, വചനത്തിന്റെ ആഴങ്ങളിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകണം, അങ്ങയുടെ ആ ക്രൂശിത മരണവും അടക്കവും ഉദ്ധാനവും അങ്ങയുടെ വീണ്ടും വരവ് വരെയും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും അവിടുത്തോട് കൂടെ ജീവിക്കാൻ തക്കവണ്ണം എന്നെ നീ ഇന്ന് ഒരുക്കി തരണമേ കർത്താവേ. നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴുണ്ടല്ലോ, മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വചനം പറഞ്ഞതുപോലെ, എന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവർക്ക് സകലവും കൂട്ടിച്ചേർത്തു തരുമെന്ന് പറഞ്ഞെങ്കിൽ, ഒന്നിനും ഒരു കുറവ് വരുത്താത്ത ആദിമസഭയുടെ അനുഭവവും ഈ കാലഘട്ടത്തിൽ നമ്മൾ കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നമുക്ക് വേണ്ടി ദൈവം ചെയ്തു തരുമെന്ന് ഉറപ്പാ. പ്രിയമുള്ളവരെ, ഈ തരുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ ഇന്ന് കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മ അനുഭവത്തിലേക്ക് നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ പോകാൻ കഴിയുമോ? പ്രാർത്ഥനയില്ലാത്ത ജീവിതം വ്യർത്ഥമായ ജീവിതമാണ്. കൂട്ടായ്മയില്ലാത്ത ജീവിതവും ക്രിസ്തുവുമായിട്ടൊരു ബന്ധവുമില്ലാത്തതാണ്. പ്രാർത്ഥനയും കൂട്ടായ്മയുമായി നമുക്ക് കടന്നു പോകുകയാണെങ്കിൽ ഭയങ്കര സന്തോഷവും ആനന്ദവും നമുക്കുണ്ടാകും. ഈ ലോകത്തിൻ്റെതായ ഒരു കൂട്ടും ബന്ധവുമല്ല കർത്താവ് ഇവിടെ നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ആത്മീയമായിട്ടൊരു കൂട്ടായ്മത്വം നമുക്കുണ്ടാകണം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ, പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ, നമ്മൾ കർത്താവിന് വേണ്ടി വിലയ്ക്ക് വാങ്ങിയവരാണ്. നമ്മൾ നമുക്കായി ജീവിക്കാനല്ല, കർത്താവിനായി ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതം കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ
ഭയങ്കര അനുഗ്രഹമായിരിക്കും. നമ്മുടെ എല്ലാ വിഷമത്തിന്റെ നടുവിലേക്കും കർത്താവ് കടന്നു വരും. നമ്മുടെ ആവശ്യത്തിന്റെ മധ്യേ കർത്താവ് ഇടപെടും. ആദിമസഭയിലെ അപ്പസ്തോലന്മാർക്ക് ഒന്നിനും ഒരു കുറവ് വരാത്തതിന്റെ കാരണം അവർ ആലോചന പ്രാപിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കൂട്ടായ്മ കൂടുന്നതെല്ലാം സ്വർഗത്തിലെ ദൈവത്തോടു കൂടെയായിരുന്നു. ഇങ്ങനെ നമ്മൾ കർത്താവുമായിട്ടൊരു കൂട്ടായ്മ ജീവിതമുണ്ടെങ്കിൽ ഒന്നിനും ഒരു കുറവ് വരികയില്ല. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഒന്നിനും ഒരു കുറവ് വരുത്താത്ത കർത്താവിന്റെ സന്നിധിയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ആനന്ദകരമായി മാറ്റുവാൻ കർത്താവിന്റെ ശക്തിയുള്ള ദൈവപ്രവൃത്തി ഞങ്ങളുടെ മേൽ അയക്കണം. കർത്താവെ, നീ മഹത്വമെടുക്കുന്ന ദൈവമാ, ഞങ്ങളെ അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.